ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിംഗ് മച്ചാൻ. എന്താണ് മച്ചാൻ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അങ്ങനെ നമ്മൾ ബസൂക്ക കണ്ടിരിക്കുകയാണ്. മമ്മൂക്ക, ഗൗതം വാസുദേവ് മേനോൻ, സിദ്ധാർത്ഥ്, അങ്ങനെ ഒട്ടുമിക്ക കാസ്റ്റ് ഉണ്ട് ഈ സിനിമയ്ക്കകത്ത്. ഒട്ടുമിക്കെന്ന് വെച്ചാൽ ഒരുപാടുണ്ട് കാസ്റ്റ്. പിന്നെ നമ്മുടെ മറ്റേ ബിഗ് ബീല മമ്മൂക്കയുടെ അനിയൻ, പുള്ളിയുടെ പേര് എനിക്കറിയത്തില്ല കേട്ടോ, അതുകൊണ്ടാണ്. പിന്നെ ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ഡിനോ ഡെന്നിസ്. പിന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് വിക്രം മെഹ്റ, ജിനു എബ്രഹാം, ഡോൾവിൻ കുര്യാക്കോസ്, പിന്നെ സിദ്ധാർത്ഥ്. ഇവർ 4 പേരും കൂടെയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഡിനോ ഡെന്നീസ് തന്നെയാണ് ഇതിൻ്റെ കഥയും ഇതെല്ലാം എഴുതിയിരിക്കുന്നത്. പടം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി എനിക്ക് പടം ഇഷ്ടപ്പെട്ട്. പക്ഷേ തുറന്ന് പറയാനായിട്ടാണെങ്കിൽ ഫസ്റ്റ് ഹാഫൊക്കെ അത്യാവശ്യം ഇച്ചിരി ലാഗാണ്. ഫസ്റ്റ് ഹാഫൊക്കെ വലിച്ച് നീട്ടിയാണ് അങ്ങ് കൊണ്ടുപോകുന്നത്. ഫസ്റ്റ് ഹാഫ് ഒരു ഇച്ചിരി ലാഗാണ്. സെക്കൻഡ് ഹാഫും അതുപോലെ തന്നെ ക്ലൈമാക്സിന് അടുത്ത് വരാൻ നമ്മൾ പറയുന്നത്. പക്ഷെ അത് അങ്ങനെ തന്നെ അത് കാണിക്കാൻ പറ്റത്തുള്ളൂ. കുറച്ച് ലാഗുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അവസാനത്തെ ഒരു 20 മിനിറ്റ് ഉണ്ട്, എൻ്റെ മോനെ, അത് ഒരു ഒന്നൊന്നര സാധനമാണ്. ആ ഒരു 20 മിനിറ്റിൻ്റെ കാര്യം ഞാനിവിടെ പറയുവാണെങ്കിൽ അത് നല്ല രീതിയിൽ സ്പോയിലറായി പോകും. അത് നമ്മൾ എത്ര രൂപ മുടക്കിയാലും ആ ഒരു 20 മിനിറ്റ് മതി നമുക്ക് ഈ ഒരു സിനിമ കാണാനായിട്ട്. കാരണം ആ 20 മിനിറ്റിൽ അവരെല്ലാം കൊണ്ട് ആ ഒരു സിനിമയ്ക്കകത്ത് കാണിച്ചു. പിന്നെ ഇതിനകത്ത് എനിക്ക് ഇച്ചിരി എടുത്തു പറയാനാണ് ഇതിൻ്റെ ഗ്രാഫിക്സ് എനിക്ക് അത്ര വലിയ ഗുമ്മായിട്ട് തോന്നിയിട്ടില്ല ഒന്ന്. പിന്നെ അതുപോലെ തന്നെ ഇത് ഒരു ഗാംബ്ലിങ് അങ്ങനത്തെ ഉള്ള സംഭവങ്ങളാണ് ഈ സിനിമയ്ക്കകത്ത്. പിന്നെ ബെറ്റിങ് അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഇവിടെ ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്ന കാണത്തില്ലെന്നല്ല, അത് കാണും. പക്ഷേ എനിക്കതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ആ ഒരു റിലേറ്റ് ചെയ്തിട്ടുള്ള കഥയും കാര്യങ്ങളാണ് ഈ സിനിമ പറയുന്നത് തന്നെ. അപ്പം എൻ്റെ ഒരു ഇത് വെച്ചിട്ടാണെങ്കിൽ എനിക്ക് പേഴ്സണലി പടം ഇഷ്ടപ്പെട്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരിച്ചിരി ലാഗുണ്ട് അവസാനത്തെ. പക്ഷേ 20 മിനിറ്റ് 25 മിനിറ്റ് എടുത്ത് പറയേണ്ട ഒന്ന് തന്നെയാണ്. അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം. അപ്പം പിന്നെ ഈ ഒരു പേരും കൂടെ നിങ്ങൾ ആലോചിക്കണം, ഡിനോ ഡെന്നിസ്. പുള്ളിനെ ഒന്ന് വെച്ചോ, ഈ പേരൊന്ന് ഉള്ളി വെച്ചോ. പുള്ളി ഇനിയും ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ കൊണ്ടുവരുന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. കാരണം ആ ഒരു രീതിയിലാണ് പുള്ളി ഈ സിനിമ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ മമ്മൂക്ക, എൻ്റെ മോനെ, ഈ പ്രായത്തിലും പുള്ളി കാണിക്കുന്ന ഓരോ കാര്യങ്ങളും അത് സമ്മതിച്ചു കൊടുക്കണം കേട്ടാ. കാരണം ഈ സിനിമയ്ക്കത് എനിക്ക് പുള്ളി ഒരു ഫോട്ടോഷൂട്ട് ചെയ്ത് വെക്കുന്ന ആ ഒരു ലുക്ക് കാണണം. ഓരോ സീനിലാണെങ്കിലും പുള്ളിനെ കാണിക്കുന്നത് എന്ത് ലുക്കാണ്, എന്ത് രസമെന്നല്ല കാണാം പുള്ളിനെ കാണാൻ. പക്കാന്ന് വെച്ചാൽ പൊളി തന്നെ ഞാൻ പറയും. ഓരോ ലുക്ക് എന്ന് പറഞ്ഞാൽ ഓരോ സീനിലും കാണിക്കുമ്പോൾ പുള്ളിനെ കാണിക്കുന്ന ഓരോ ലുക്ക് എന്ന് പറയുന്നത് അത് വേറെ ലെവലാണ് കേട്ടോ. അതൊക്കെ പൊളി. അപ്പോൾ എന്തായാലും നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക. പടം കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക. അപ്പോൾ അടുത്തൊരു സിനിമ റിവ്യൂ ആയിട്ട് വരുന്നവരെ ബൈ.